പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നാണ് സൂചന. 400 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്ത് 400-ലധികം സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയുടെ ഭാഗമായി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഈ കുടിശ്ശിക മാസങ്ങളായി മുടങ്ങിയതോടെ 150-ലധികം ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറി. 400 കോടിയോളമാണ് കിട്ടാനുള്ളതെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ അവകാശപ്പെടുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ പദ്ധതി ഇല്ലാതെയാകും. കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെയധികം പരാജയപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ താല്പര്യമില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിന്റെ പല പ്രവണതയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ 411ഓളം സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ എൻപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വളരെ മോശപ്പെട്ട അവസ്ഥ വന്നതിന് ശേഷം ഒരു 100-150 ആശുപത്രികൾ സ്വമേധയാ ഇതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 കോടി രൂപയോളം ഈ പദ്ധതിയിൽ ചികിത്സ കൊടുത്ത വകയിൽ കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. പല സമയത്തും ഇത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കുടിശ്ശിക തന്നു തീർക്കാം എന്നാണ് പറഞ്ഞത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കാത്ത തരത്തിലേക്ക് കേരളത്തിലെ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോവേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടിയിലധികം രൂപ ലഭിക്കേണ്ട ആശുപത്രികൾ പട്ടികയിലുണ്ട്. സർക്കാരിൽ നിന്നും കുടിശ്ശിക കിട്ടാതായതോടെ ഇടത്തരം ആശുപത്രികളാണ് പ്രതിസന്ധിയിലായത് എന്ന് മാനേജ്മെന്റുകൾ പറയും. കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബന്ധപ്പെട്ട ഏജൻസിയുമായി കേരള ഹെൽത്ത് ഏജൻസിയുമായി ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ കരാർ പ്രകാരം ഒരു രോഗിയെ പരിശോധിച്ച് അയാൾക്ക് വേണ്ട ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ പേയ്മെന്റ് നൽകണം എന്നാണ് വ്യവസ്ഥ. ഇത് 15 അല്ല 30 അല്ല 3-4 മാസമായിട്ട് പണങ്ങൾ ലഭിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ച് തന്നെ 2.5 കോടി രൂപയോളാണ് കുടിശ്ശിക വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ഇത് ഗൗരവമായി ബാധിക്കാണ്. ഡോക്ടർമാർക്ക് ശമ്പളം നൽകണം, ജീവനക്കാർക്ക് ശമ്പളം നൽകണം, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ഉൾപ്പെടെ ദൈനംദിന കാര്യങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 2.5 കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകൾ അനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെ ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BPL കുടുംബങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് പദ്ധതി വിജയകരമായി തുടരുമ്പോൾ ഇവിടെ പട്ടികയിൽ അധികം ആളുകളെ ഉൾപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. ആയുഷ്മാൻ ഭാരതിന്റെ ഒരു രൂപമാണ് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ BPL ഫാമിലിയിൽപ്പെട്ട ഗുണഭോക്താക്കൾ മാത്രമേ അതിലുള്ളൂ. അതിൽ ഏകദേശം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമുള്ള രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2022 റിവൈസ്ഡ് സ്കീം വന്നെങ്കിലും 2020 സ്കീമാണ് ഇപ്പോഴും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാക്കി മാറ്റിയ സമയത്ത് എല്ലാ പദ്ധതികളും, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഈ സ്കീമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഏകദേശം 44 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇതിലേക്ക് വരികയും ചെയ്തു. BPL ഫാമിലി മാത്രമല്ലാതെ തൊഴിൽ മേഖലയിലും മറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇതിലേക്ക് ചേർത്ത് 44 ലക്ഷത്തോളം ഫാമിലികൾ ഈ സ്കീമിൽ എൻപാനൽ സ്കീമിൽ ചേർക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ സ്കീം ഇതുപോലെ വയബിൾ അല്ലാത്ത രീതിയിൽ മാറിയത്. 2022 പുനർനിശ്ചയിച്ചെങ്കിലും 2020 അതേ നിരക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾക്ക് പണം നൽകുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നും ഇതും പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടും.